നിസ്സാരമായ പരിക്കിനെയാണ് പർവ്വതീകരിച്ച് അഡ്വാൻസിന് പണമൊക്കെ കുട്ടിയുടെ ഒരു അവസ്ഥയെ വന്നപ്പോഴുള്ള ഈ ഹോസ്പിറ്റലിൽ ജനങ്ങളുടെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നാട്ടുകാരും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടികളിൽ അവർ ഇവിടെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇത് വേറെ രീതിയിലൊരു പ്രശ്നം കൂടി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അത് എല്ലാവരോടും കൂടി പറയുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. വേറെ ഇവരാരും തന്നെ ഇതിൽ ആവില്ല. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നേതാക്കന്മാർ ഇതിൻ്റെ അകത്ത് മോളെ അങ്ങനെ തീരുമാനിച്ചില്ല. ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ടുണ്ട്. ഒരു നിസ്സാര പരിക്കുമായിട്ട് ആശുപത്രിയിൽ വന്നിട്ടുള്ള കുട്ടിയാണ്. ഇവിടെ ആശുപത്രി മാനേജ്മെൻറ്റ് ഇവിടുത്തെ ഡോക്ടർമാരും കാണിച്ച ശക്തമായ സമരം ഉയർന്നു വരും. അതിന് ഇടകൊടുക്കാത്തൊരു നിലപാട് ഇവർ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു മനുഷ്യജീവനും ഇങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. ഒരു കുടുംബത്തെയും ഇനി ഇങ്ങനെ കണ്ണീരാക്കാനൊരു അവസരം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആശുപത്രിയുടെ അനാസ്ഥയുടെ ഭാഗമാണ്. ആശുപത്രി അതിൻ്റെ കേസ് ഉണ്ടാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. യാകുമെന്നാണ് പ്രതിഷേധം 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 ജനാധിപത്യ പ്രതിഷേധം ജനാധിപത്യ പ്രതിഷേധം നമ്മുടെ ഓമന പൊന്നോമനെ നമ്മുടെ മോന പൊന്നോമനെ ഇല്ലാതാക്കിയ അധികാരികളെ ഇല്ലാതാക്കിയ അധികാരികളെ BMH അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു ജനങ്ങളുടെ രോഷാഗ്നി നിങ്ങൾ നാടിൻ ശാപങ്ങൾ സമരം സിന്ദാബാദ് മാപ്പില്ല നിങ്ങൾക്കിവിടെ മാപ്പില്ല ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലേ ആളിപ്പടരും നാളീ സമരം അധികാരികളെ കണ്ടു തുറക്കൂ വയനാട് പറ്റുമെന്ന് പോയി കാണാം.
ആൾക്കാരുണ്ട് എല്ലാവരും സംസാരിക്കുക അവർ സംസാരിച്ചോടെ നേരത്തെ നിശ്ചയിച്ചവരെ വിട് നേരത്തെ നിശ്ചയിച്ചവർ കയറി